തൃശൂരിലെ വോട്ട് കൊള്ളയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ VS സുനിൽകുമാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലുകൾ സംശയകരം. വോട്ട് കൊള്ള കമ്മീഷൻ അറിഞ്ഞാണോ എന്ന് സംശയം. ഈ ലിബറൽ സമീപനം, അതായത് കൃത്യമായി പറഞ്ഞാൽ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ സംഭവിച്ചതാണോ എന്നുള്ള സംശയം ഇപ്പോൾ ബലപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അനധികൃതമായി വോട്ട് ചേർക്കപ്പെട്ട ഫ്ളാറ്റിന്റെ ഉടമയെ പോലീസ് ചോദ്യം ചെയ്യണമെന്നും സുനിൽകുമാർ മീഡിയ വണ്ണിനോട്. വോട്ട് കൊള്ളയിൽ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇന്ന് തുടക്കം. ഇന്ന് DCC ഓഫീസുകളിൽ പന്തം കൊളുത്തി പ്രകടനം. ഈ മാസം 22 മുതൽ വോട്ട് ചോർ ഗഡി ചോട് എന്ന മുദ്രാവാക്യം ഉയർത്തി റാലികൾ. ബീഹാർ വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയ്ക്കെതിരായി സുപ്രീം കോടതിയിലെ ഹർജിയിൽ ഇന്നത്തോടെ വാദം പൂർത്തിയാകും. ഇടക്കാല ഉത്തരവിന് സാധ്യത. ചില ബൂത്തുകളിൽ ഒഴിവാക്കിയവരുടെ എണ്ണം 90% വരുമെന്ന് ഹർജിക്കാർ. ഗവർണർ നിർദ്ദേശിച്ച വിഭജന ഭീതി ദിനാചരണം ഇന്ന്. നിർദ്ദേശം പാലിക്കരുതെന്ന് കോളേജുകൾക്ക് നിർദ്ദേശം നൽകി സർക്കാർ. പരിപാടി നടത്തിയാൽ തടയാൻ ഉറച്ച് SFIയും KSUവും. ഫറോക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും ചാടിപ്പോയ പ്രതി പിടിയിലായത് അസം സ്വദേശിയായ പ്രസംജിത്ത്. UP സ്വദേശിയായ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെ പിടിച്ചത് ഫറോക്ക് ചന്ദ സ്കൂൾ പരിസരത്ത്. കുവൈറ്റിലെ വ്യാജ മദ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. 13 പേർ മരിച്ചതായും നിരവധി പേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നും ആരോഗ്യ മന്ത്രാലയം. വിഷബാധയേറ്റ് 40 ഇന്ത്യക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഇന്ത്യൻ എംബസി. സൂപ്പർ സ്റ്റാർ രജനീകാന്തും സംവിധായകൻ ലോകേഷ് കനകരാജും ഒന്നിക്കുന്ന കൂലി സിനിമ തിയേറ്ററുകളിൽ. കേരളത്തിൽ പ്രദർശനം തുടങ്ങി. അമീർ ഖാൻ ഉൾപ്പെടെ മറ്റ് സൂപ്പർ താരങ്ങളും സിനിമയിൽ. പുലർച്ചെ മുതൽ തിയേറ്ററുകളിൽ ആരാധകരുടെ ആഘോഷം. യുവേഫ സൂപ്പർ കപ്പ് കിരീടം ചൂടി PSG. ടോട്ടനമിനെ തോൽപ്പിച്ച് ഫ്രഞ്ച് ക്ലബിന്റെ കിരീട നേട്ടം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനും ലാ ലീഗയ്ക്കും നാളെ തുടക്കം. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വോട്ട് കൊള്ളയുടെ തുടർ വാർത്തകളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം വരുന്നത്.